Morning all. Good morning, ma'am. Okay, class start ചെയ്യാം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ? Okay. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് വരാനായിട്ടാണ് കുറച്ച് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലാസ് സമയം കളയാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എന്നുള്ള ചാപ്റ്ററിൽ തന്നെ 5 റീസൺസ് ആണ് അല്ലെ, എന്തുകൊണ്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നുള്ള 5 റീസൺസ് നമ്മൾ 2 ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ, രോഗിയുടെ സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, എന്തൊക്കെയായിരിക്കും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോരുത്തരും പേഷ്യന്റ് ആണെന്ന് ചിന്തിക്കുക അല്ലേ. അപ്പോ നമ്മളുടെ സംതൃപ്തി, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി, നമ്മൾ സംതൃപ്തി ആവണമെങ്കിൽ നമ്മളുടെ സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് കമന്റ് ചെയ്തേ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ആര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? കമ്മ്യൂണിക്കേഷൻ ആരൊക്കെ തമ്മില? ആരൊക്കെ തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ ഓക്കെ. പേഷ്യന്റ് പ്രൊവൈഡേഴ്സ് ഓക്കെ, അതൊരു ഘടകമാണ്. വേറെ എന്തൊക്കെയാണ് ഘടകങ്ങൾ? ഒരു ഘടകങ്ങളും ഇല്ലേ? ആലോചിച്ച് നോക്കി. ട്രീറ്റ്മെന്റ് വേണം, കെയർ. ഓക്കെ, ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ആയി ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ആയി പറയണം. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്നോട് ഇങ്ങനെ ടീച്ചറോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെന്ന് ഓർത്ത്, അതാണ് പെട്ടെന്ന് ഒന്ന് നോക്കിയത്. ഓക്കെ, അതല്ല ഉദ്ദേശിച്ചത്. ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നല്ലേ ചോദിച്ചത്. ഓക്കെ, ഫെസിലിറ്റികൾ, ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ വേണം. ഓക്കെ, നമുക്ക് പോയിന്റിലോട്ട് കിടക്കാം കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് കുഞ്ഞി പോയിന്റ്സുകൾ തന്നിട്ടുള്ള നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ്റ്റൻ റിലേറ്റഡ് ടു നോക്കാം the expectation that the patient has of the care team. കെയർ ടീമിൽ നിന്നുള്ള അവരുടെ എക്സ്പെക്ടേഷൻസ് എന്ന് അല്ലെ. അതായത് എന്താണ്, ഒരു രോഗി ഡോക്ടറിൽ നിന്നും നഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻ, അതിപ്പോ ചികിത്സയാകാം, കെയർ ആകാം, അവന്റെ എക്സ്പെക്ടേഷൻസുകൾ. ട്രീറ്റ്മെന്റ് പ്ലാൻസ്, നിങ്ങൾ പറഞ്ഞു ചികിത്സ നല്ല രീതിയിലുള്ള അവരുടെ ചികിത്സയാണെങ്കിൽ അവരെന്തായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പേഷ്യന്റും പ്രൊവൈഡേഴ്സും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. വെയിറ്റ് ടൈംസ്. വെയിറ്റ് ടൈംസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? മാക്സിമം വെയിറ്റ് ടൈം കുറയ്ക്കാനായിരിക്കും പേഷ്യന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരുപാട് നേരം ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഒഴിവാക്കി പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭ്യമാക്കും. ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. അതുപോലെ എന്താണ്, നല്ല സൗകര്യവും അതുപോലെ തന്നെ നല്ലൊരു പരിസ്ഥിതിയും സംസ്കാരവും ഒക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ്സിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ എന്ത് ഹോസ്പിറ്റലിൽ ഒരുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഇത്രയുമാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 5 പോയിന്റ് ആണ് ഫാക്ടേഴ്സ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആ പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കാം. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. പഠിച്ചിരിക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഒരു ഷോർട്ട് ആക്കിയിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. ഇനി ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. Okay, the next one നോക്കാം.
patient satisfaction survey. അല്ലേ, നമ്മള് ഒരുപാട് പോയിന്റ്സുകളിൽ പറഞ്ഞു patient satisfaction survey നടത്താൻ പറഞ്ഞു. അപ്പൊ ഇനി എന്താണ് patient satisfaction survey എന്നാണ് നമ്മൾ നോക്കുന്നത്. Patient satisfaction surveys catch self-reported patient evaluation of multiple touch points in the course of their medical care experience. Underline ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് എക്സ്പീരിയൻസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നോക്കാം. Patient satisfaction surveys catch self-reported patient evaluation of multiple touch points in the course of medical care experience. Patient satisfaction survey എന്ന് പറയുന്നത് ഒരു സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ആണ്. പേഷ്യൻസിനെ നമ്മൾ സെൽഫ് ആയിട്ട് ഓരോരുത്തരെയും വിലയിരുത്തുന്നതാണ്. അവന്റെ ട്രീറ്റ്മെന്റിലുള്ള, അവന്റെ കെയറിലുള്ള, അവന്റെ എക്സ്പീരിയൻസ്, അവന്റെ അനുഭവത്തെ നമ്മൾ മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സിൽ നിന്നും, എന്താ മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാല് താഴെ പ്രതീക്ഷിക്കുന്നവരെയും പല രീതിയിലും പല മാർഗങ്ങളിലൂടെ നമ്മൾ അവന്റെ കെയർ, എങ്ങനെയാണ് അവന്റെ പരിചരണം, അവന്റെ അനുഭവം, പേഷ്യൻസിന്റെ അനുഭവം നമ്മൾ വിലയിരുത്തുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ആപ്പുകൾ വഴി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നൽകിക്കൊണ്ടാകാം, അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ വഴിയോ, അല്ലെങ്കിൽ മറ്റു ലിങ്കുകൾ വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് പല മാർഗങ്ങളിലൂടെ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ക്വസ്റ്റ്യൻ കൊടുക്കാം, അല്ലെങ്കിൽ ആപ്പ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഉപയോഗിക്കാം, അല്ലെ? അങ്ങനെ പല രീതികളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന്റെ അനുഭവം, അവന്റെ അനുഭവത്തെ നമുക്ക് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഡിപെൻഡിങ് ഓൺ വാട്ട് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ബീയിങ് കാൽക്കുലേറ്റഡ്, എക്സാമ്പിൾസ് ഇൻക്ലൂഡ്, അതായത് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ്, സ്റ്റാഫുകളുടെ റെസ്പോൺസുകൾ എങ്ങനെയാണ്, ക്ലിനീഷ്യൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ള രീതിയിലാണോ, ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യാം. Patient satisfaction surveys can generated and issued in-house, but many hospitals depended on third-party providers with experience in developing, administrating, and explaining statistically valid patient satisfaction surveys. ഇവിടെ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ജനറേറ്റ് ചെയ്തത് ഒന്നില്ലെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്നത്. ഇപ്പൊ നമ്മൾ സർവേയുടെ ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ ബട്ട് മെനി ഹോസ്പിറ്റൽസ് ഡിപെൻഡ് ഓൺ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്. തേർഡ് പാർട്ടി പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയുള്ള മറ്റ് തേർഡ് പാർട്ടി പ്രൊവൈഡറിനെയും സർവേ നടത്താനായിട്ട് ഏൽപ്പിക്കുന്നത്. വീട്ടിൽ വെച്ചും നമുക്ക് പേഷ്യന്റിന് സർവേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സർവേ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മിക്ക ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള മറ്റേ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെയാണ് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അതുപോലെ തന്നെ ഈ രോഗികളുടെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ടുള്ള, അതായത് സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ചിട്ട് അവർ രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ നടത്തുകയും അതിന് എന്ത് ചെയ്യാൻ പറ്റും, വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് പേഷ്യൻസിന്റെ എണ്ണം, സ്ഥിതി വിവര കണക്ക് ഉദ്ദേശിക്കുന്നത് ചികിത്സാപരമായിട്ടുള്ള ഡീറ്റെയിൽസുകളും, അതുപോലെ തന്നെ രോഗികൾ എത്രത്തോളം പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നു, എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഈ സർവേയിലൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് ഒന്നില്ലെങ്കിലും ഹോസ്പിറ്റലിൽ, വീടുകളിലേക്ക് നമുക്ക് സർവേയുടെ ക്വസ്റ്റ്യൻ കൊടുത്തു വിടാം, അല്ലെങ്കിൽ മറ്റ് ഇപ്പോ തേർഡ് പാർട്ടി, അതായത് ഇപ്പോ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളോ അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുന്നു. A patient satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of healthcare services provider. Underline ചെയ്യാട്ടോ, ആ പാരഗ്രാഫ് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ആണ്, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. അതിൽ നിന്നും ഫീഡ്ബാക്ക് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നു, കളക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്? their satisfaction with the quality and care of healthcare service provider. ഗുണനിലവാരം, അതുപോലെ തന്നെ നല്ലൊരു പരിചരണത്തിലും അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പരിചരണം എങ്ങനെയാണ്, അവിടുത്തെ ഗുണനിലവാരം, ഇതിനെല്ലാമായിട്ടുള്ളൊരു കളക്ട് ചെയ്യാൻ പറ്റുന്ന ഫീഡ്ബാക്ക്, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കളക്ട് ചെയ്യുന്നു. ഫീഡ്ബാക്ക് നമുക്ക് കണ്ടെത്താം.
അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ പാരഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്തേക്കൂ. ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം അവിടെ നിന്ന്. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? ഓക്കെ. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫ്, എല്ലാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഭയങ്കരമായിട്ടൊക്കെ ചെയ്യണമെന്ന് പറയണില്ല. അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കാം. ഓക്കെ. The patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help medical institution and ascertaining the level of care extended and pitfalls in service. അപ്പോ രോഗിയുടെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയുടെ ആ ഒരു കെയറില് പരിചരണത്തിലുടനീളം പലതരത്തിലുള്ള ഒരു ഇവാലുവേറ്റ് ബേസിക് മെട്രിക്സ് അല്ലെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് നല്ല പരിചരണമാണോ, ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് സഹായിക്കുന്നു. Then that help medical institution in ascertaining level of care extended and pitfalls in service. എന്താ pitfalls എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pitfalls കേട്ടിട്ടുണ്ടോ ടേം pitfalls? മലയാളത്തിൽ എന്താ പറയാ? അതായത് എന്തെങ്കിലും പോരായ്മകൾ അല്ലെ അവര് കൊടുക്കുന്ന സേവനങ്ങളില് pitfalls എന്തെങ്കിലും പിഴവുകളോ പോരായ്മകളോ ഉണ്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട് അല്ലെ. നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ, എന്തിലൊക്കെയാണ് മോശമായിട്ട് വന്നിരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോന്നും നമുക്ക് ഈ ഫീഡ്ബാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ. ഇത്രയും എല്ലാ പാരഗ്രാഫിലും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നാണ് എല്ലാ പാരഗ്രാഫിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വായിച്ചു നോക്കാം. pitfalls എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവനത്തിലെ പോരായ്മകളും പിഴവുകളാണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി വെച്ചേക്കുക. അറിയില്ലാത്തവര് മലയാളത്തിൽ എഴുതി വെക്കുക. അർത്ഥം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? Okay, then next one നോക്കാം. 6 underlying metrics which patient satisfaction how to be measured on are. അല്ലേ, രോഗിയുടെ സംതൃപ്തി അളക്കുന്നതിനുള്ള 6 അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്ന്, ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നോക്കുന്ന അണ്ടർലൈൻ മെട്രിക്സ് അളവുകൾ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലേ, അതായത് ഗുണനിലവാരം. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്സ് നല്ല ക്വാളിറ്റി ഉണ്ടോ. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ സ്കിൽസ്, അതായത് ഇപ്പൊ നമ്മളെ പരിചരിക്കുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും നല്ല കഴിവുകളൊക്കെ ഉള്ളവരാണോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണോ നമ്മളെ പരിചരിക്കുന്നത്. മൂന്നാമതായിട്ട് നോക്കുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും കെയർ പ്രൊവൈഡർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ,
നമ്മളോട് നല്ല രീതിയിൽ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ആരോ പോയിന്റ് പറഞ്ഞായിരുന്നല്ലോ അല്ലെ, അപ്പൊ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടോ, അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണോ പേഷ്യന്റുമായിട്ട് നടത്തുന്നത്. ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ, പരിചരണത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വശങ്ങൾ അല്ലെ. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത തിരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചില ഹോസ്പിറ്റലുകൾ ഭയങ്കര ഡബിൾ ചാർജ് ഒക്കെ ആയിരിക്കും. സോ ഫിനാൻഷ്യലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമുക്ക് ഭയങ്കര പൈസ കൂടുതലാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ചില ഹോസ്പിറ്റലൊക്കെ ഭയങ്കര കത്തിയാണെന്ന് പറയും ഇല്ലേ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ചാർജസ് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഒരു കൂടുതലായിട്ട് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കില്ല അല്ലെ. ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നോക്കുക. ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്, അതായത് എന്താണ്, ഡോക്ടേഴ്സിന്റെ അടുത്തും അതുപോലെ തന്നെ മറ്റു ഡോക്ടർമാരിലേക്കും മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കുള്ള ആക്സസ് ചെയ്യുക. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ഡോക്ടറുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസും ഉണ്ടായിരിക്കണം. Then accessibility of care, ലാസ്റ്റ് വൺ എന്താണ്, പരിചരണത്തിന് ഒരു ഒരു ക്ഷമത ഉണ്ടായിരിക്കണം, നല്ലൊരു കെയർ കൊടുക്കാം. 3 points ആണ്, 6 underlines ആണ് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നതിനുള്ള അളവുകോല്. മീൻസ് നമ്മൾ അളക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അല്ലെ. ക്വാളിറ്റി ഓഫ് കെയർ ഉണ്ടായിരിക്കണം, നല്ല കഴിവുള്ള ഡോക്ടേഴ്സും പ്രൊഫഷണൽസും ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് വേണം, അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും ഡോക്ടേഴ്സിന്റെയും സാന്നിധ്യം വേണം, അതുപോലെ തന്നെ ആക്സസിബിലിറ്റി, നല്ലൊരു കെയർ പരിചരണം ലഭിക്കണം. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. A patient satisfaction survey can be conducted anytime during an electronic medical record, EMR, underline ചെയ്യാട്ടോ. ഫുൾ ഫോം ചോദിക്കും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ വഴി ചെയ്യാം, ഓർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR, അതായത് സിസ്റ്റം ബേസ്ഡ് ആയിട്ട് നമുക്ക് സർവേ നടത്താം. EHR EMR അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. EMR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, then EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. Okay, then it can be completed by way of mobile, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ വഴി സർവേകൾ നടത്താം. ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദ സർവേസ്, അതുപോലെ കോപ്പി എടുത്തിട്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ടിക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാതെ നമുക്ക് സർവേ നടത്താം. Then വെബ്സൈറ്റ് POS, അതായത് വെബ്സൈറ്റുകളാണ് ഈ പറയുന്നത്. POS ഡിവൈസ്, കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂംസ് ഓർ എനി അതർ മീഡിയം, വെയിറ്റിംഗ് റൂമിലുള്ള കമ്പ്യൂട്ടറുകളിൽ നമുക്ക് ഇതുപോലെ സർവേകൾ ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകൾ വഴിയോ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, സർവേകൾ ചെയ്യാം. POS ഡിവൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് പ്രോസസ് ഒക്കെ ചെയ്യൂലേ, ഇലക്ട്രോണിക് ഡിവൈസില് നമ്മൾ പേയ്മെന്റ് ഒക്കെ കൊടുക്കില്ലേ, കാർഡൊക്കെ നമ്മൾ വീട്ടിൽ പ്രോസസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു ഡിവൈസ് ആണ് കേട്ടോ അവിടെ POS ഉദ്ദേശിക്കുന്നത്. അപ്പൊ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ നടത്താവുന്നത്. ഡയറക്റ്റ് ആയിട്ടല്ലാതെയും ഫോണിലൂടെയും വെബ്സൈറ്റ് വഴിയും വെയിറ്റിംഗ് റൂമിലുള്ള കമ്പ്യൂട്ടർ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. 6 മെഡിക്കൽ മെട്രിക്സ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. EMR EHR, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ മെയിൻ ആയിട്ട് നോക്കുന്നത്. ആറ് മെട്രിക്സ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കി പഠിച്ചു വെക്കാം. EMR EHR പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. കാരണം കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. അപ്പോ മനസ്സിലാവാത്ത മാക്സിമം ഞാൻ എളുപ്പമായിട്ടുള്ള അതിന് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ ആണോ, എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ തന്നെ കുറച്ച് എഫോർട്ട് എടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ മാക്സിമം ഞാൻ അതിൽ ഒരുപാട് ഓവറായിട്ട് പറയാതെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ്
പറഞ്ഞു തരുന്നത്. ഓക്കെയാണ് എല്ലാവരും? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറയാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ലാവരോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം കൊടുക്കുക കേട്ടോ. ഇനി നമ്മളപ്പോ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് കണ്ടു. ഇത് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഒരു മോഡലാണ് നോക്കുന്നത്. എന്താ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു മോഡൽ ക്വസ്റ്റിനെയർ ആണ്. അപ്പോ ഒരു മോഡൽ ക്വസ്റ്റിനെയറിൽ തന്നിരിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ തുടക്കം എഴുതിയിരിക്കുന്നത്, ഡിയർ പേഷ്യന്റ്, we are interested to know what you think about our service, your performance by completing this brief 5-minute survey in connection with your visit. Thank you for taking time to share your experience with us. ഇപ്പൊ ഞങ്ങളുടെ സേവനങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് ഒരു 5 minutes സർവേ ചെയ്യുന്നത് വഴി നമ്മുടെ സേവനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ ക്വസ്റ്റിനെയറിന്റെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ കവർ ചെയ്യുന്ന ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇതിന് ഓരോ ക്വസ്റ്റ്യൻസിലും കണ്ടോ, വെരി ഡിസാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് എക്സ്ട്രീംലി നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് 5 പോയിന്റ് ആണ് കൊടുക്കുന്നത്. ദെൻ അതിൽ കുറച്ചും കൂടി അത്യാവശ്യം വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 പോയിന്റ്, ദെൻ സാറ്റിസ്ഫൈഡ് 3 പോയിന്റ്, ദെൻ ഒട്ടും തന്നെ നമ്മളെ സംതൃപ്തി അല്ല എങ്കിൽ ഡിസാറ്റിസ്ഫൈഡിന് 2 പോയിന്റ്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമലി നിങ്ങൾ സർവേ ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്? അല്ലെ, ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കാം. നമുക്കിനി ഓരോ ക്വസ്റ്റ്യനും നോക്കാം. എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. Easy of making appointments for checkups, physical exams, well visits, routine follow-up appointments. അപ്പോയിന്റ്മെന്റ്സിലും ചെക്കപ്സിലും അല്ലെ, അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ എക്സാംസ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും വെൽ വിസിറ്റ്സ് ആയിട്ട് നമ്മൾ ഡോക്ടർ നമ്മളെ വിസിറ്റ് ചെയ്തതും റൊട്ടീൻ ഫോളോ അപ്സുകൾ, മെഡിസിൻസ് തരുന്നതും മറ്റു ഫോളോ അപ്സുകളും അപ്പോയിന്റ്മെന്റ്സുകളും നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന്. അപ്പൊ എല്ലാവരുടെയും സെയിം തന്നെയായിരിക്കും ക്വസ്റ്റിനെയർ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ക്വസ്റ്റിനെയർ തന്നിരിക്കാം. ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിന്റെ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് ഞാൻ ക്വസ്റ്റിനെയർ നിങ്ങൾക്ക് എല്ലാവർക്കും തരികയാണെന്ന് വിചാരിക്കാം. എല്ലാവരുടെയും ആൻസറുകൾ അല്ലെങ്കിൽ എല്ലാവരും മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരുപോലെ ഇരിക്കും? എല്ലാവരുടെയും ഒരുപോലെ ഇരിക്കും അഭിപ്രായം? അല്ല, ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ രേഖപ്പെടുത്തുന്നത് അല്ലെ. ഒരാളുടെ കോപ്പി വെച്ചിട്ടാണോ സർവേ ചെയ്യുന്നത്? അല്ല, അവരുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അപ്പോയിന്റ്മെന്റ്സിലും ചെക്കപ്സിലും
ഫിസിക്സിലും കാര്യങ്ങളിലും നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എക്സ്ട്രീംലി ആണെങ്കിൽ 5 കൊടുക്കുക, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ ടിക്ക് മാർക്ക് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, ദ കംഫർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ കംഫർട്ട് ആയിരുന്നോ? അപ്പോൾ ചിലവർ കംഫർട്ട് ആയിരിക്കും, ചിലവർക്ക് റിസപ്ഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്ന് കാണും അല്ലേ? അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് അവിടെ മാർക്ക് ചെയ്യുക. Then easy in contacting your doctor. ഡോക്ടറെ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചോ? The comfort of examining room. എക്സാമിംഗ് റൂമിൽ ചികിത്സിക്കുന്ന റൂമിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ? How was the cleanliness of the hospital? ഹോസ്പിറ്റലിലെ ശുചിത്വം എങ്ങനെയാണ്? അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ആ ഹോസ്പിറ്റലും പരിസരവും റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? വൃത്തിയാണോ? Then waiting time in our office. വെയിറ്റിംഗ് ടൈം എത്രത്തോളം വന്നു? ഒരുപാട് നേരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തായിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നോ? അത് ഓരോരുത്തരുടെ അനുഭവം. ചിലർക്ക് പെട്ടെന്ന് അധികം വെയിറ്റിംഗ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, ചിലർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആൻസറിൽ വ്യത്യാസം വരും അല്ലെ? ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അല്ലേ? Then the courtesy of the staff. കോർട്ടസി എന്ന് വെച്ചാൽ എന്താ? ഒരു മര്യാദ. നിങ്ങളോട് സ്റ്റാഫുകളുടെ പെരുമാറ്റം എങ്ങനെയാണ്? നല്ല രീതിയിലായിരുന്നോ? ഒരു മര്യാദയോടുകൂടി തന്നെയാണോ അവർ പെരുമാറിയത്? Then what is your opinion on cost of treatment? ചികിത്സാ ചിലവുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ചിലവുകൾ കൂടുതലാണോ? ചിലവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ചിലവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചതിലും അധികം കോസ്റ്റ് വന്ന് കാണും അല്ലേ? അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണോ അത് ടിക്ക് ചെയ്യുക. How was our diagnostic service? ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ്? അവരുടെ സേവനങ്ങൾ നല്ലതാണോ? Then the quality of care you have received. നമുക്ക് സ്വീകരിച്ച സേവനങ്ങളെല്ലാം ക്വാളിറ്റി ഉണ്ടോ? ഗുണമേന്മയുള്ള പരിചരണമാണോ നമുക്ക് ലഭിച്ചത്? യു ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസ്. ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള സർവീസസ് എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം എല്ലാ ഏരിയകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്കൊരു ക്വസ്റ്റ്യനെയറിൽ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏകദേശം എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസുകൾ ഇല്ലേ? ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത് ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്ന് വായിച്ചു നോക്കി, ആ സർവേയുടെ മോഡൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സർവേയുടെ ക്വസ്റ്റ്യൻ മോഡൽസ് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചല്ലോ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ അതിന്റെ ഒരു മോഡൽ ഉണ്ട്, ക്വസ്റ്റ്യനെയർ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. പേഷ്യൻസിനും ഹോസ്പിറ്റലിനുമുള്ള ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന്
ഇങ്ങനെയുള്ള ഒരു സർവേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഹോസ്പിറ്റലിനും പേഷ്യന്റിനും ബെനിഫിറ്റുകൾ ഉണ്ടോ? പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ? എന്നിട്ട് വേണ്ട നമുക്ക് പഠിക്കാൻ ഉണ്ട്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നാണ്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Patient satisfaction surveys are an important way to scale how do patients feel about their experience with the practice. Underline ചെയ്യാം. Patient satisfaction survey എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് വേ ആണ് അല്ലെ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത് patient satisfaction survey എന്ന് പറയുന്നത്. With the help of practice, contented patients are more probably to suggest the hospital to others. Underline ചെയ്യാം കേട്ടോ. Contented patients, ആരാ contented patients എന്ന് പറയുന്നത്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആർ മോർ പ്രോബബ്ലി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ ടു അതേഴ്സ്. അല്ലേ, നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾക്ക് നല്ലൊരു സേവനമാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നമ്മളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യാറില്ലേ? നമുക്ക് നല്ലൊരു അനുഭവം ആണെങ്കിൽ എന്ത് പറയും? നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, നല്ല ഡോക്ടറാണ്, നല്ല നഴ്സസ് ആണ്, നല്ല സേവനമാണ് അല്ലെ, നമ്മൾ പറഞ്ഞു കൊടുക്കും. അഥവാ മറിച്ച് മോശമാണെങ്കിൽ നമ്മൾ പറയോ? നമുക്ക് മോശം അനുഭവം ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയിക്കോളൂ കേട്ടോ, അവിടെ നല്ല അനുഭവമാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആരെങ്കിലും? ആരും തന്നെ പറയില്ല അല്ലേ? അപ്പൊ കണ്ടന്റഡ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മോർ പ്രോബബ്ലി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ ടു അതേഴ്സ്, മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യും? സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് they are also less probable to file complaints. അല്ലേ, അവർക്ക് നല്ല അനുഭവമാണെങ്കിൽ അവർ കംപ്ലൈന്റ്സ് ഒന്നും അവിടെ ഉണ്ടാകില്ല. നമുക്ക് മോശം അനുഭവമാണെങ്കിൽ നമുക്ക് കംപ്ലൈന്റ്സുകൾ അവിടെ വരികയുള്ളൂ. സോ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് കംപ്ലൈന്റ്സ് കുറവായിരിക്കും. Aiding and maintaining high patient satisfaction score benefits medical organization and patients in a lot of ways. അപ്പൊ പല രീതിയിലും ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് സർവേയുടെ സ്കോർ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. നമുക്ക് ഈ സർവേ നടത്തുമ്പോൾ അതിന്റെ സ്കോർ നോക്കുമ്പോൾ അറിയാം എത്രത്തോളം ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്നുള്ളത്. ദെൻ ഇന്ന് നമ്മൾ ഓരോ ബെനിഫിറ്റ്സ് ആണ് എടുത്ത് പറയുന്നത്, പോയിന്റ്സുകളാണ് ബെനിഫിറ്റ്സുകൾ. ഫസ്റ്റ് വൺ നോക്കാം, പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. പേഷ്യന്റ് ലോയാലിറ്റി, പേഷ്യൻസിന്റെ വിശ്വസ്തതയും അതുപോലെ തന്നെ റിട്ടൻഷൻ. റിട്ടൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പിടിച്ചു നിർത്താനൊക്കെ പറയില്ലേ പേഷ്യൻസിന് നമ്മള്, അത് അപ്പോ ആർക്കുള്ള ബെനിഫിറ്റ് ആയിരിക്കും? ഹോസ്പിറ്റലിനാണോ പേഷ്യന്റിന്റെ ബെനിഫിറ്റ് ആണോ ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ എന്ന് പറയുന്നത്? ബെനിഫിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. പേഷ്യന്റിന്റെ വിശ്വസ്തതയും അതുപോലെ റിട്ടൻഷൻ, പേഷ്യന്റിനെ നമ്മൾ നിലനിർത്തുന്നതും ഹോസ്പിറ്റലിന്റെ ബെനിഫിറ്റ് ആണ്. നോക്കാം ഇനി എങ്ങനെയാണ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ വായിക്കുക കേട്ടോ. ഇതിലേ നമ്മൾ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഒത്തിരി പോയിന്റ്സുകൾ വരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ എന്റെ ഒപ്പം തന്നെ അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. നോക്കാം, patient have more choices in connection with their health care than ever before. അതായത് പേഷ്യൻസിന് എന്താണ് അവന്റെ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോയ്സ് ഉണ്ടെന്ന്. ഏത് രീതിയിലും ട്രീറ്റ്മെന്റ് സ്വീകരിക്കാനായിട്ടുള്ള ചോയ്സ് അവനുണ്ട്. അവനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് നിർബന്ധിച്ചല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. പേഷ്യൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളിലും ചികിത്സ നൽകുന്നത്. Then satisfied patients are more probable to be faithful patients. Satisfied ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കുന്നത് അല്ലെ. നമുക്ക് ആ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം ഉണ്ടാകും. നമുക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ലേ? നിങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ സജസ്റ്റ് ചെയ്യോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ആ ഹോസ്പിറ്റല്. അവിടെ പോയാൽ എന്റെ രോഗം പൂർണ്ണമായും ഭേദമാകും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകും. This not only means they will schedule the necessary checkups, follow-ups and other required appointments, but they are more probable to keep them. അപ്പൊ ഇതിനർത്ഥം നമ്മൾ അവിടെയുള്ള ആ ഷെഡ്യൂള് നെസസറി ആയിട്ടുള്ള ചെക്കപ്സുകൾ ചെയ്യും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകൾ തന്നെ വീണ്ടും ഫോളോ അപ്സുകൾ ചെയ്യും, മറ്റ് അപ്പോയിന്റ്മെന്റ്സുകളും കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യുന്നുള്ളതാണ് അല്ലെ. നമ്മൾ അത് ആ ഒരു ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ലേ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും. നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ഫോളോ അപ്പുകളും ഡോക്ടറെ കാണാൻ ചെക്കപ്പുകൾ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഫോളോ അപ്സ് ചെയ്യും. അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാനും അത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്യാനും ശ്രമിക്കും. Satisfied patients are also grand ambassador for hospitals. അണ്ടർലൈൻ ചെയ്യാം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്,
എന്താണ് ഹോസ്പിറ്റലിലെ ഗ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തരായിട്ടുള്ള രോഗികളാണ് ആ ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്? പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുള്ളത്. നോക്കാം. Satisfied patients are also brand ambassadors for hospitals. They tell their friends and family about good experience and bad ones with their friends and family. അവർ എന്ത് ചെയ്യും? അവരുടെ നല്ല എക്സ്പീരിയൻസും അതുപോലെ തന്നെ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അവര് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും അവര് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്ത് കൊടുക്കുന്നു ഫാമിലിക്കും ഫ്രണ്ട്സിനും. ഓക്കെ, ഇത്രയുമാണ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് പ്രിടെൻഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ബെനഫിറ്റ് പറയുന്നത് ഓക്കെ ആണോ? നമ്മളുടെ അനുഭവങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ആ ഫസ്റ്റ് പാരഗ്രാഫും പിന്നെ ഒന്നാമത്തെ പോയിന്റും വായിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകും നോക്കാം കേട്ടോ. വായിക്കുന്നതിനോടൊപ്പം അത് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിടെൻഷൻ. ഓക്കെ, രണ്ടാമത്തെ ബെനിഫിറ്റ് നോക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അത് ആരുടെ ബെനിഫിറ്റ് ആണ്? പേഷ്യന്റിന്റെയാണോ ഹോസ്പിറ്റലിന്റെയാണോ ബെനിഫിറ്റ്? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആർക്കാണ്? പേഷ്യന്റിനാണോ? അതും ഹോസ്പിറ്റലിന്റെ ബെനിഫിറ്റ് തന്നെയാണ് അല്ലെ? നോക്കാം. Contented patients eventually lead to increased profits for hospital in many ways. Contented, satisfied ആയിട്ടുള്ള പേഷ്യൻസ് പല രീതിയിലും ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് നേടിക്കൊടുക്കുന്നു. ഫസ്റ്റ് എങ്ങനെയാണ്? Contented patients show up for their appointments, which means that hospital don't lose money on dead hours during the day. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ അവരുടെ അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ എടുക്കുന്നു. അതായത് അവർ വീണ്ടും സെയിം ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്യുന്നു. അതായത് ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് മണി, ഹോസ്പിറ്റലിന് അവിടെ മണി നഷ്ടപ്പെടുന്നില്ല. ദെൻ ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ, ഒരു ദിവസത്തിൽ അവർക്ക് ഡെഡ് അവേഴ്സ് വരുന്നില്ല. ഡെഡ് അവേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കുന്നത്. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ വരുന്നു. ദെൻ അവര് മറ്റുള്ളവർക്ക് അത് നമ്മള് അതേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും വരുന്നു. സോ എപ്പോഴും വർക്കിംഗ് ആയിരിക്കുന്നു. പേഷ്യൻസുകൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുന്നു. സോ അവിടെ ഒരു ഡെഡ് അവേഴ്സ് ഇല്ലാതെ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അത് അവർക്കൊരു പ്രോഫിറ്റബിൾ ഇൻക്രീസ് ആണ് അല്ലെ? നമുക്കറിയാം, സേവനം മാത്രമാണോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വരുമാനം ഉണ്ട് അല്ലെ? ഓരോ പേഷ്യൻസിൽ നിന്നും കൺസൾട്ടേഷനും മറ്റ് ട്രീറ്റ്മെന്റ്സിനും മറ്റു ചികിത്സയ്ക്ക് ആയിട്ട് നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ ലഭിക്കുന്നുണ്ട്. സോ അവരൊരു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഒരു ഡെഡ് അവർ അവർക്ക് ഇല്ല. കണ്ടന്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു. ദെൻ അവര് പറഞ്ഞിട്ട് പുതിയ പുതിയ പേഷ്യൻസുകൾ വരുന്നു. സോ അവർക്ക് നല്ലൊരു ഡെഡ് ടൈം ഇല്ലാതെ തന്നെ ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതിലൂടെ നല്ലൊരു പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുന്നു. സെക്കൻഡ്, they also provide grand reviews and patient satisfaction survey result. സെക്കൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടുകൾ അല്ലെ? സർവേ ഫലങ്ങളൊക്കെ നൽകുന്നു. നല്ലൊരു റിസൾട്ട് കിട്ടുന്നു. That leads to new patient acquisition and improved insurance reimbursement.
അതോടൊപ്പം തന്നെ പുതിയ പുതിയ പേഷ്യൻസുകൾ വരുന്നു. ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്. റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു തിരിച്ചടവ് ലഭിക്കുന്നു അവർക്ക്. പുതിയ പുതിയ ഇൻഷുറൻസ് രീതിയിലായിട്ടുണ്ടെങ്കിലും മറ്റു പല രീതികളിലും അവർക്ക് ഒരു പ്രോഫിറ്റ് ലഭിക്കുന്നു പേഷ്യൻസിൽ നിന്ന്. പുതിയ പുതിയ പേഷ്യൻസ് വരുമ്പോൾ അവരിൽ നിന്നും അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഹോസ്പിറ്റലിന് ലഭിക്കുന്നു. ഓക്കെ, പഠിച്ചു നോക്കാം കേട്ടോ. ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. ഫസ്റ്റ് ലൈൻ, കണ്ടന്റഡ് പേഷ്യൻസ് ഇവൻച്വലി ലീഡ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഫോർ ഹോസ്പിറ്റൽ ഇൻ മെനി വേസ്. ആരാണ് ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്? കണ്ടന്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Complete ചെയ്തോ? ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് കൂടി ഒന്ന് പറയാം. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടി ഒന്ന് പറയാം കേട്ടോ. എൻഹാൻസ് ദി സ്റ്റാഫ് മൊറൈൽ. സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. Generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. Okay. അപ്പോ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ ആണ് നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. പേഷ്യൻസിനാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ പരിചരണത്തിലും അവരുടെ ട്രീറ്റ്മെന്റ്സിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നത് സ്റ്റാഫുകൾ അല്ലെ, നമ്മളെ പരിചരിക്കുന്ന സ്റ്റാഫുകൾക്ക് കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ നൽകുകയാണ്. സോ അതൊരു മോട്ടിവേഷൻസ് അവർക്ക് കൊടുക്കുന്നത് അവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയറിന് നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിനുള്ള കുറച്ച് ട്രെയിനിങ്സുകളോ മോട്ടിവേഷൻസുകളോ ഒക്കെ നൽകുക. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫ്റ്റൻ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഭയങ്കര സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നിറഞ്ഞ ഒരു എൻവയോൺമെന്റ് ആണ്. അല്ലെ, എപ്പോഴും ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ടുള്ള ഒരു ജോലിയാണത്. അല്ലെ, ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ് മേക്സ് ദം able to perform their jobs to best of their abilities and makes them feel valued and increases staff retention. അപ്പോ നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഏതൊരു ഫീൽഡ് ആണെങ്കിലും നമുക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ആണെങ്കിലും നമ്മളുടെ അത് ആ പ്രവൃത്തിയിൽ ഉണ്ടാകും. അല്ലേ, നമുക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലോ നമുക്ക് നല്ല രീതിയിലുള്ള ടെൻഷനൊന്നും ഇല്ലാണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തിരക്കേറിയ ഒരു അല്ലെ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഒരു ദിവസത്തിൽ അവിടെ നടക്കുന്നത്. സോ കുറച്ച് ഹൈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു എൻവയോൺമെന്റ് തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിനാൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കുറച്ച് മോട്ടിവേഷൻ പ്രോഗ്രാംസും അല്ലെങ്കിൽ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അവരുടെ ജോബും നല്ലൊരു ബെസ്റ്റും അവരുടെ കഴിവുകളും എല്ലാത്തിനെയും അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് റിട്ടൻഷൻ, സ്റ്റാഫിനെ നിലനിർത്താനും സാധിക്കും. അല്ലെങ്കിൽ ചില സ്റ്റാഫുകൾ ഇതുപോലെ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ആണെങ്കിൽ അവരെന്താണ് കൊഴിഞ്ഞു പോകും. അല്ലെ, കൊഴിഞ്ഞു പോകാന്ന് വെച്ചാൽ എന്താണ്, ജോലി നിർത്തി പോകും. അവർക്കത് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ ഭയങ്കര സ്ട്രെസ്സും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്റ്റാഫുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും,
ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ്സ് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാഫുകൾ നിലനിർത്താനും സാധിക്കും. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നോ ഹൗ ടു ക്യാരി ഔട്ട് അറ്റൻറ്റീവ് സർവീസ്, patient focused service that help to boost patient satisfaction scores. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക്, അതായത് ഒരുപാട് കാലം അവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് നല്ലൊരു അറ്റൻറ്റീവ് ആയിട്ടുള്ള സർവീസ്, അല്ലെ? നല്ലൊരു അറ്റൻറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ലൊരു പരിചരണം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നല്ലൊരു സേവനം എങ്ങനെ കൊടുക്കാം എന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന് അറിയാൻ പറ്റുന്നത്. സോ ദാറ്റ് ഹെൽപ് ടു ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ്. അത് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ സ്കോർസിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ, കുറച്ചും കൂടി നല്ലൊരു രീതിയിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മള് ഒരു സ്റ്റാഫ് മൊറൈൽ, സ്റ്റാഫിന്റെ ഒരു അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അതോടൊപ്പം തന്നെ അവരുടെ വർക്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ് കാണിക്കും. കാണിച്ചു നോക്കാം കേട്ടോ. എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. കംപ്ലീറ്റ് ചെയ്തോ? എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. ഓക്കെ, അപ്പൊ നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ബെനിഫിറ്റ് ആണ് നോക്കിയത്. അപ്പൊ അതില് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, then increased profitability, enhanced staff morale. 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ചധികം പോയിന്റ്സ് കൂടി ഉണ്ട്. ഹയർ പ്രൊഡക്ടിവിറ്റി, റെപ്യൂട്ടേഷൻ, ബെറ്റർ ക്ലിനിക്കൽ ഫോർ പേഷ്യൻസ്. 3 പോയിന്റ് കൂടി ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോ ഹാഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? 4 ആണെന്നുണ്ടോ? ഒരുപാട് എടുത്ത് വലിയ കേട്ടിരിക്കാനായിട്ട് വലിയ രസമൊന്നും സുഖമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? എടുത്തത്രയും ഓക്കെ ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ് കേട്ടോ. എടുത്തത്ര ഓക്കെ ആണോ? ക്ലിയർ ആണോ? ചാപ്റ്റർ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറയാനില്ല ആർക്കും? ഇടയ്ക്ക് ഒന്ന് സംസാരിക്കൊക്കെ വേണ്ട നിങ്ങളോട്. എപ്പോഴും ഇങ്ങനെ ടീച്ചർ തന്നെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്ന്. ക്വസ്റ്റ്യൻസ് നമ്മൾ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള മാക്സിമം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതൊക്കെയാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ പറയുന്നത് അനുസരിച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് അത് പ്രത്യേകം ഒന്ന് പഠിക്കുക. then ഈ ഒരു ചാപ്റ്റർ ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊന്നല്ല, നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടാണല്ലോ. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത പദങ്ങളൊക്കെ പ്രത്യേകം പഠിക്കുക. then പ്രീവിയസിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ക്ലാസ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് എല്ലാം ഓക്കെ ആണോ? എന്റെ സ്പീഡിലോട്ട് നിങ്ങൾ എത്തിയല്ലേ? ആണോ?
മ്യൂട്ട് മാറ്റിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കൊന്നും സംസാരിക്കാനില്ല? ഓക്കെയാണ് എല്ലാവരും? ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് അണ്ടർലൈൻ തേർഡ് പോയിന്റിൽ അല്ലെ? തേർഡ് പോയിന്റില് പ്രത്യേകിച്ച് അണ്ടർലൈൻ അവിടെ പറയുന്നില്ല. കാരണം ട്രെയിനിങ്സ് കൊടുക്കുക ആ ഒരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ പറയുന്ന പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോയിന്റ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഒരുപാട് ഞാൻ എല്ലാ പോയിന്റും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ടൈമും കിട്ടില്ല എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ബാക്കി 3 നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.